മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടി തിയേറ്ററുകളിലേക്ക് എത്തിയ രജനീകാന്ത് ചിത്രമാണ് കൂലി. ആഗോളതലത്തിൽ നിന്ന് കോടികൾ നേടിയ ചിത്രം ഇപ്പോൾ OTT-യിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി എത്തിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു. എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. അതേസമയം ചിത്രം മികച്ച കളക്ഷനാണ് ആഗോളതലത്തിൽ നിന്ന് നേടിയത്. ആഗോളതലത്തിൽ നിന്ന് 151 കോടി രൂപയാണ് കൂലി ഓപ്പണിംഗിൽ നേടിയതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇന്ത്യയിൽ നിന്ന് മാത്രം 80 കോടിയോളം ഗ്രോസ് ഓപ്പണിംഗ് കളക്ഷൻ കൂലി നേടിയെന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. വിദേശത്ത് നിന്ന് മാത്രം 75 കോടിയും ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം നോർത്ത് അമേരിക്കയിൽ നിന്ന് 26.6 കോടി രൂപയും UK-യിൽ നിന്ന് 1.47 കോടി രൂപയും ഓപ്പണിംഗിൽ കൂലി നേടിയെന്ന കണക്കുകൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു. തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ, ഏറ്റവും വേഗത്തിൽ 300 കോടി ഗ്രോസ് മറികടക്കുന്ന തമിഴ് ചിത്രം, ഏറ്റവും വലിയ ആദ്യ വാരാന്ത്യ ഗ്രോസ് എന്നിവയൊക്കെ ഇന്ന് കൂലിയുടെ പേരിലാണുള്ളത്. നിലവിൽ ചിത്രം 500 കോടി രൂപയിലേറെ ആഗോള കളക്ഷൻ നേടിയിട്ടുണ്ട്. അതിനിടെ കൂലി OTT സ്ട്രീമിംഗിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആമസോൺ പ്രൈം വീഡിയോയാണ് കൂലിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 11 ചിത്രം OTT-യിൽ എത്തുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. 3 മണിക്കൂറിനടുത്താണ് A സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ദൈർഘ്യം. രജനീകാന്തിന്റെ 171ാം സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷായർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ച് എത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 350 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്ത ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.